ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. വർത്തമാനം എന്ന ഈ പങ്ക്തിക്കും പ്രേക്ഷകർക്കുമിടയിൽ ഇപ്പോൾ ഒരാഴ്ചത്തെ വിടവ് ഗ്യാപ്പുണ്ട്. റിപ്പബ്ലിക് ദിനം, അതേ തുടർന്നുള്ള അവധികൾ ഇതൊക്കെയായിരുന്നു കാരണം. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ ദേശീയ സംഭവം എന്നത് ഒബാമയുടെ സന്ദർശനവും തിരിച്ചുപോക്കുമായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഇന്ത്യയിലേക്ക് എത്തിയത്. സാധാരണഗതിയിൽ ഇന്ത്യ പോലെയുള്ളൊരു മൂന്നാം ലോക രാജ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ അമേരിക്ക പോലെയുള്ള വലിയൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പങ്കെടുക്കാറില്ല. എങ്കിലും എല്ലാ മുൻ ധാരണകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ബരാക് ഒബാമ പങ്കെടുക്കുമ്പോൾ അതിന് സ്പഷ്ടമായ ഒരു കാരണം വേണം. ആ കാരണമുണ്ട്. അത് ആണവ കരാറുമായി സംബന്ധിച്ച കാരണമാണ് എന്ന് നമുക്കറിയാം. ആണവ ദുരന്തമുണ്ടായാൽ ആണവ റിയാക്ടർ നൽകുന്ന കമ്പനികൾ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് എന്ന ഇന്ത്യയുടെ 6 വർഷം പഴക്കമുള്ള നിലപാടിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിന് പ്രത്യേക ഒരു നിധി തന്നെ രൂപപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് 1500 കോടി രൂപ വരുന്ന ഒരു നിധി തന്നെ മാറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ നിലപാട് മാറ്റിയപ്പോൾ അതുമായി ബന്ധിപ്പിച്ച് 6 വർഷം ഫ്രീസറിലിരുന്ന ആ നിലപാട് മാറുകയും ഒബാമയ്ക്ക് അഥവാ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഇന്ത്യ മാറുകയും ചെയ്തു. അതാണ് ഒബാമയുടെ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. എങ്കിലും ഒബാമ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം അത് ഗംഭീരമായി എന്ന് പറയാൻ വയ്യ. ദില്ലിയിലെ സിരി ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒബാമ സംസാരിച്ചത് ഇന്നലെ പത്രങ്ങൾ പറഞ്ഞിരുന്നു. മതസ്വാതന്ത്ര്യം അതാണ് ഒബാമ ഓർമ്മിപ്പിച്ചത്. മതത്തിൻ്റെ പേരിലുള്ള അന്തഛിദ്രങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നും എല്ലാ മതങ്ങൾക്കും തത്തുല്യമായ അവകാശ സ്വഭാവത്തോടു കൂടി നിലനിൽക്കാൻ ഇന്ത്യയിൽ അവകാശമുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് വിജയമുണ്ടാകുമ്പോൾ രാജ്യങ്ങളും വിജയിക്കുമെന്നും സ്ത്രീ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് ഏകതാ മനോഭാവം ഉണ്ടാകാൻ ഇടയില്ല എന്നും ജനാധിപത്യത്തിൻ്റെ മുന്നുപാധി സ്ത്രീ സ്വാതന്ത്ര്യമാണെന്നും പറയുക വഴി ഇന്ത്യ ഈ കാര്യത്തിൽ പുതിയ പുതിയ നിലപാടുകളിലേക്ക് സഞ്ചരിക്കേണ്ടത് ഉണ്ട് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. കേരളത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സിനെ കുറിച്ച് പോലും ഒബാമ സംസാരിക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം. ഏതായാലും ഒരു കാര്യം ഒബാമ ഓർമ്മിപ്പിച്ചത് ഗാന്ധിസത്തിൻ്റെ പ്രസക്തിയാണ്. ഗാന്ധിജിയാണ് ഇന്ത്യയുടെ ശക്തി സ്രോതസ്. ആ മനുഷ്യന് ജന്മം നൽകിയ ഈ മണ്ണ് അമൂല്യമാണ്. ഗാന്ധിയൻ തത്വങ്ങളായിരിക്കണം ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ടത്. ഘർ വാപ്പസിയോടനുബന്ധിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാർ നേതാക്കൾ മതവിദ്വേഷ വ്യാപനം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഗാന്ധിജിയെ ഉയർത്തിപ്പിടിക്കാനും ഒബാമ മറന്നില്ല എന്ന് പറയുമ്പോൾ ഗാന്ധി ഘാതകനായ ഗോഡ്സേക്ക് ക്ഷേത്രവും അതുമാതിരി തന്നെ പ്രതിമകളും വേണം എന്ന് സംഘപരിവാരം വാദിക്കുന്ന കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ ഒബാമ ശ്രമിച്ചത്. അതും പ്രത്യേകം പ്രസ്താവ്യമാണ്. മറ്റൊരു സംഭവം ഈ കാര്യവുമായി ഉണ്ടായത് ഒബാമ സന്ദർശനത്തിലൂടെ സംഭവിച്ച ഒന്ന് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധിപ്പിച്ച സ്പഷ്ടമായ വ്യതിയാനമാണ്. അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ 4 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ അച്ചുതണ്ട് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊള്ളുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. 2050 ചൈന അമേരിക്കയെ കടത്തിവെട്ടുന്ന ഒരു രാജ്യമായി മാറും എന്ന് അമേരിക്ക തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. സമാധാനപൂർണമായ ഒരു വികസന രീതി ചൈന ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2050 അത്തരമൊരു കാര്യം സംഭവിക്കാതിരിക്കാൻ സമാധാനത്തെ തന്നെ ബലി കൊടുക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അമേരിക്ക. അതനുസരിച്ച് ചൈനയ്ക്ക് എതിരായ ഒരു ശാക്തീകരണം അമേരിക്ക ആഗ്രഹിക്കുന്നു. അമേരിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ചേർന്ന് അത്തരം ഒരു ശാക്തീകരണത്തിൻ്റെ വിത്തുപാകുന്ന കാര്യം കൂടിയായി ആ സന്ദർശനം. ആ അർത്ഥത്തിൽ ഒബാമ അമേരിക്കയിൽ നിന്ന് വന്ന് തിരിച്ച് സൗദി അറേബ്യ വഴി അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡ രാഷ്ട്രീയത്തിൽ ഗൗരവതരമായ മാറ്റങ്ങൾ ആ ഉപഭൂഖണ്ഡം വിധേയമാകുന്നു. ആ അർത്ഥത്തിൽ അമേരിക്കൻ നയതന്ത്രത്തോട് വിധേയപ്പെടുന്നു ഇന്ത്യ എന്ന ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നു. അത് വിദേശ നയത്തിൽ മാത്രമല്ല ആഭ്യന്തര കാര്യങ്ങളിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് നാം വായിക്കുന്ന അത്രമാത്രം സംശുദ്ധമല്ലാത്ത ഹിതകരമല്ലാത്ത വാർത്തയുടെ ഉള്ളടക്കം കാണുക. ദീപിക എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാവപരിവർത്തനങ്ങൾ
പ്രത്യേകിച്ച് ഒബാമയുടെ സന്ദർശനത്തിനും പുതിയ ശാക്തിക ധ്രുവീകരണത്തിനും ശേഷം സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് കാണണമെങ്കിൽ ദീപികയുടെ ലീഡ് തന്നെ കാണണം. മതേതരത്വം വേണ്ട എന്ന് ശിവസേന പറഞ്ഞിരിക്കുന്നു. അതാണ് മാറ്റത്തിൻ്റെ പ്രതിധ്വനി. ഒബാമ വന്നു പോയതിൻ്റെ പാദപതനങ്ങളുടെ പ്രതിധ്വനി അടങ്ങുന്നതിന് മുമ്പ് ആഭ്യന്തര രംഗത്ത് ശിവസേന ആദ്യ വേടി പൊട്ടിച്ചു. മതേതരത്വം എന്ന വാക്ക് പ്രീആമ്പിളിൽ മുന്നുപാധിയിൽ ഭരണഘടനയുടെ പ്രീആമ്പിളിൽ നാം എന്തിനെഴുതി ചേർക്കണം, അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് BJP പറഞ്ഞിരിക്കുന്നു. ഹിന്ദു എന്ന പത്രവും അത് ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട്. BJP അങ്ങനെ പറയുമ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രവിശങ്കർ പ്രസാദ് അതിനെ അനുനയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, BJPയുടെ മന്ത്രി പറഞ്ഞത് അക്കാര്യത്തിൽ നമുക്ക് ചർച്ചയാകാം എന്നാണ്. ആ അർത്ഥത്തിൽ മതേതരത്വം പ്രീആമ്പിളിൽ ആവശ്യമില്ല എന്ന ഒരു പുതിയ ചർച്ചയ്ക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് ഒബാമ തിരിച്ചുപോയത് എന്ന് പറയുമ്പോൾ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടി അമേരിക്കൻ സ്വാധീനം ശക്തമാകുന്നു ഇന്ത്യയിൽ. കാണുക വാർത്തയുടെ വിശദാംശങ്ങൾ. ജിജി ലൂക്കോസ് തരുന്നത്. ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കണമെന്ന് കേന്ദ്രഭരണത്തിലെ സഖ്യകക്ഷിയായ ശിവസേന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള മതേതരം, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പരസ്യം വൻ വിവാദത്തിലായിരുന്നു. പിന്നാലെയാണ് സേനയുടെ ഈ നിലപാട്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം പുറത്തിറക്കിയ പരസ്യത്തിലാണ് മതേതരത്വം, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഇല്ലാതെയുള്ള ഭരണഘടനയുടെ ആമുഖ പേജിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് എന്ന നിലയ്ക്ക് നാം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ പുതിയൊരു നിലവാരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ആസുര ശക്തികളുടെ രംഗപ്രവേശം അണിയറയിൽ നടക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ബരാക് ഒബാമയും നരേന്ദ്രമോദിയും തമ്മിൽ കണ്ടപ്പോൾ നയതന്ത്ര ബന്ധത്തിൻ്റെ സാമാന്യ മര്യാദകൾ വിസ്മരിച്ചു പോയ കാര്യം ഇന്ന് മലയാള മനോരമ വർത്തമാനം പുറംതരുന്നു. തുല്യരല്ലാത്ത രണ്ട് രാജ്യങ്ങളും തുല്യരല്ലാത്ത രണ്ട് നേതാക്കളും തമ്മിൽ തുല്യരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടാകുന്ന ജാള്യത നിറഞ്ഞ ചിത്രം കാണുക. ബരാക്ക് എന്ന വിളി കോൺഗ്രസ് പ്രതികരിച്ചില്ല. നരേന്ദ്രമോദി ബരാക്ക് ഒബാമയെ ബരാക്ക് എന്ന ആദ്യ പേര് മാത്രം കൂട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ബരാക്ക് ബരാക്ക് എന്ന് വിളിക്കാനുള്ള അവകാശമൊന്നും സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോലും നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല. എങ്കിലും അദ്ദേഹം ബരാക്ക് ബരാക്ക് എന്ന നിലയ്ക്ക് ഓമന പേരോടെ തൻ്റെ ചങ്ങാത്തം വിളംബരം ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു അത്. അങ്ങനെ വിളിച്ചത് നയതന്ത്ര വിഭാഗത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അമേരിക്കയിൽ പോലും. എന്നാൽ പകരം ഒബാമയ്ക്ക് തെറ്റൊന്നും പറ്റുന്നില്ല. അദ്ദേഹം മിസ്റ്റർ പ്രധാനമന്ത്രി, ഡിയർ പ്രധാനമന്ത്രി, മിസ്റ്റർ മോദി എന്ന് തന്നെയാണ് സംബോധന ചെയ്തത്. അനാവശ്യമായ അടുപ്പമൊന്നും ബരാക്ക് ഒബാമ കാട്ടാതിരുന്നപ്പോൾ ബരാക്ക് എന്ന പേര് മാത്രം വിളിച്ചുകൊണ്ട് അനധികൃതമായ അടുപ്പം നരേന്ദ്രമോദി കാണിച്ച വിനയമില്ലായ്മ, വിവേകമില്ലായ്മ ഇന്ന് മലയാള മനോരമ വാർത്തയാക്കി, ഉൾപേജ് വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നു. വിദേശ നയം തുല്യമായിരിക്കണമെന്നില്ല. തുല്യമായ രണ്ട് രാജ്യങ്ങൾ അല്ലാത്ത രാജ്യങ്ങൾക്കിടയിൽ, അത് രാഷ്ട്രീയമായി തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവിശ്വസിക്കുക, പരസ്പരം അവിശ്വസിക്കുക. ഏകപക്ഷീയമായ വിശ്വാസം വേണമെന്നില്ല. പരസ്പരം അവിശ്വസിച്ചുകൊണ്ടുപോലും നയതന്ത്രമാകാം എന്നതിന് നല്ല ഉദാഹരണമാണ് അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം. അതേ സംബന്ധിച്ച് ഇന്നൊരു വാർത്ത വിദേശം പുറത്ത് നമുക്ക് വായിക്കാം മനോരമയുടെ. അത് കാണുമ്പോൾ ഒരു ചെറിയ രാജ്യമായ ക്യൂബയ്ക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആത്മാഭിമാന ബോധം പോലും ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഇന്ത്യക്ക് കഴിയാതെ പോയോ എന്ന സംശയവും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകാം. കാണുക, പല കാര്യങ്ങളിലും പരസ്പരം വിശ്വാസമില്ല എന്ന് US-ഉം ക്യൂബയും, US നയങ്ങളിൽ വിശ്വാസമില്ല എന്ന് കാസ്ട്രോ. പോരുമറന്ന് കൈകൊടുത്തെങ്കിലും US-നും ക്യൂബയ്ക്കും പരസ്പരം വിശ്വസിക്കാൻ ഇപ്പോഴും മടി. US നയങ്ങളിൽ വിശ്വാസമില്ല എന്ന് ക്യൂബയുടെ ഉന്നത നേതാവ് ഫിദൽ കാസ്ട്രോ പറഞ്ഞതിന് പിന്നാലെ US വിദേശകാര്യ വകുപ്പ് നയം വ്യക്തമാക്കി. ക്യൂബ ഞങ്ങൾക്കും അത്ര വിശ്വാസമുള്ള രാജ്യമല്ല. ക്യൂബയുമായുള്ള പല കാര്യങ്ങളിലും വിശ്വാസക്കുറവുണ്ട് എന്നത് സത്യമാണ് എന്നാണ് US വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ നയതന്ത്രം. അല്ലാതെ ഏകപക്ഷീയമായ വിധേയത്വം, ബരാക്ക് എന്ന ഓമനപ്പേര് വിളിയുമൊന്നും നല്ല നയതന്ത്രമല്ല എന്ന് മനസ്സിലാക്കണം എന്ന നിലയ്ക്കാണ് ലോകം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇനി ഭരണഘടനയുടെ പ്രീആമ്പിൾ ഉടച്ചു വാർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ
ഇന്ന് നമ്മെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ മാറ്റി എന്നതാണ്. മാറ്റി എന്നതല്ല, രാഖി രാമാനം എല്ലാ മുൻധാരണകളെയും മാറ്റിക്കൊണ്ട് കീഴ്വഴങ്ങളെയും ലംഘിച്ചുകൊണ്ട് മാറ്റി എന്നതാണ്. അതേ സംബന്ധിച്ച വാർത്ത ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം താങ്ക്സ് ഗിവിംഗ് ഡേ ജയ്ശങ്കർ ഈസ് ന്യൂ ഫോറിൻ സെക്രട്ടറി എന്ന ശീർഷകത്തിൽ സചിത്രമായി നമുക്ക് തന്നിരിക്കുന്നു. ഈ വാർത്ത ഹിന്ദുവും 1-ാം പേജിൽ തന്നെ തന്നിട്ടുണ്ട്. ആ വാർത്തയുടെ സവിശേഷത, ഇതുവരെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗ് ആയിരുന്നു. ഇന്നലെയാണ് പാതിരാത്രിക്ക് പൊടുന്നനെ അവരെ മാറ്റിയത്. ആദ്യമായാണ് ഇപ്രകാരം ഒരു സെക്രട്ടറിയെ കാലയളവ് വെട്ടിച്ചുരുക്കി മാറ്റുന്നത്. 2 വർഷത്തെ കാലയളവ് വെട്ടിച്ചുരുക്കി മാറ്റുകയും ഈ മാസം 31-ാം തീയതി മറ്റന്നാൾ വിരമിക്കാനിരിക്കുന്ന സുബ്രഹ്മണ്യം ജയശങ്കറെ ആ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. അങ്ങനെ അവരോധിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ സുബ്രഹ്മണ്യം ജയശങ്കർ മോദിയുടെ വിശ്വസ്തൻ മാത്രമാണ് എന്നതാണ്. മോദിയുടെ വിശ്വസ്തൻ അടുത്ത 2 വർഷത്തേക്ക് ഫോറിൻ സെക്രട്ടറിയായി വരും. അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു നിയമനം. വളരെ പെട്ടെന്ന് സുജാത സിംഗിനെ രാഖി രാമാനം മാറ്റി. രാഖി രാമാനം അടിത്തൂൺ പറ്റേണ്ട, മറ്റന്നാൾ അടിത്തൂൺ പറ്റേണ്ട ജയശങ്കറെ പുതിയ ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ നയവും ആഭ്യന്തര നയവുമൊക്കെ ഒബാമയുടെ വരവിന് ശേഷം ഉടച്ചു വാർക്കപ്പെടാൻ പോകുന്നു എന്ന ദുരന്ത സൂചനകളാണ് ഇന്ന് പത്രലോകം തരുന്നത്. ഭയന്നതെന്തോ ജനാധിപത്യ ഇന്ത്യ, അത് സംഭവിക്കാൻ പോകുന്നു എന്ന് സ്പഷ്ടം. ഇന്നലെ UDFൻ്റെ യോഗമായിരുന്നു. ആ യോഗത്തിൽ PC ജോർജിനെ തൂക്കിക്കൊല്ലുമോ, ബാലകൃഷ്ണപിള്ളയെ അടിച്ചു പുറത്താക്കുമോ തുടങ്ങിയ ധാരാളം സന്ദേഹങ്ങൾ പരന്നിരുന്ന സാഹചര്യത്തിൽ ഒന്നും സംഭവിക്കാതെ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയെല്ലാം അടങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക്, അവസ്ഥാന്തരത്തിലേക്ക് UDFൻ്റെ യോഗം അപഹാസ്യമാമണ്ണം മാറിയിരിക്കുന്നു. ആ യോഗ വിവരങ്ങളാണ് പത്രലോകം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ധനമന്ത്രി KM മാണി 3 കോടി രൂപ കൈക്കൂലിയായി കൈപ്പറ്റിയെന്നാണ് ബിജു രമേശ് ആക്ഷേപിച്ചത് എങ്കിൽ UDFിലെ ഒരു കക്ഷിയായ കേരള കോൺഗ്രസ് B അതിൻ്റെ ചെയർമാൻ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് 20 കോടിയോളം 30 കോടിയോളം രൂപ പല വിധത്തിൽ അദ്ദേഹം കൈക്കലാക്കിയ കാര്യം തനിക്കറിയാം എന്നാണ് പറഞ്ഞത് ബിജു രമേശുമായുള്ള ഫോൺ സംഭാഷണത്തിൽ. ആ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ പുറത്തേക്ക് വന്നപ്പോൾ അത് നിഷേധിക്കുകയുണ്ടായില്ല ബാലകൃഷ്ണപിള്ള. PC ജോർജും വ്യത്യസ്തമായ ചില വീക്ഷണങ്ങൾ പുലർത്തി. ഏതായാലും ഇരുവരുടെയും മൂക്ക് മുറിക്കും, താക്കീത് ചെയ്യും, ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കും, ഇതൊക്കെയാണ് കേട്ടിരുന്നത് എങ്കിൽ മല എലിയെ പ്രസവിച്ചതുപോലെ ശാസനയില്ല, താക്കീതില്ല, നടപടിയുമില്ല, വെറും ഉപദേശം മാത്രം. ആ അർത്ഥത്തിൽ അതടങ്ങിയിരിക്കുന്നു. പിള്ളയോടും ജോർജിനോടും UDF തെറ്റുതിരുത്തി തുടരാം. മനോരമയ്ക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്നു. തെറ്റുതിരുത്തി തുടരാമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. മുന്നണി കക്ഷി മര്യാദകൾ ലംഘിച്ച UDFനെ കൂട്ടക്കുഴപ്പത്തിലാക്കിയ ബാലകൃഷ്ണപിള്ളയോടും PC ജോർജിനോടും തെറ്റുതിരുത്താൻ ആവശ്യപ്പെട്ട UDF യോഗം ആവർത്തിച്ചാൽ കർശനമായി നേരിടുമെന്ന മുന്നറിയിപ്പ് നൽകി. യോഗത്തിൻ്റെ പൊതുവികാരം ഉൾക്കൊള്ളുന്നുവെന്നും അതനുസരിച്ച് മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ എന്നും ജോർജ് സമ്മതിച്ചു. UDFൻ്റെ അസന്തുഷ്ടി കൂടി ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ മുന്നണിയിൽ തുടരാമെന്നും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമെന്നുമുള്ള സന്ദേശമാണ് യോഗത്തിന് പുറത്തു നിർത്തിയ പിള്ളയ്ക്ക് UDF നൽകിയിരിക്കുന്നത് എന്നൊക്കെ മനോരമ വീമ്പിളക്കുമ്പോൾ അങ്ങനെയൊന്നുമായിരുന്നില്ല കാര്യങ്ങൾ അവിടെ നടന്നത്. കാല് പിടിച്ച് എങ്ങനെയെങ്കിലും കൂടെ നിൽക്കണമേ എന്ന പ്രാർത്ഥനാ സ്വഭാവത്തോടു കൂടിയ യാചനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. മറ്റു പത്രങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും പിള്ള അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തു. മനോരമ തരുന്നു. അതിങ്ങനെ ഉപദേശിക്കുന്നവർ തിരുത്തട്ടെ എന്നാണ് പിള്ള പറഞ്ഞത്. തെറ്റിതിരുത്താൻ ഉപദേശിക്കുന്നവർ ആദ്യം തിരുത്തട്ടെ എന്ന് ബാലകൃഷ്ണപിള്ള UDF തീരുമാനത്തോട് പ്രതികരിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് തിരുത്തുന്നത്? അതാണ് പിള്ളയുടെ ഇന്നലത്തെ നിലപാട്. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നുണ്ട്. പുതിയ നിലപാട് വരും എന്ന് കാത്തിരുന്ന് കാണാമെന്നാൽ പാവം PC ജോർജ് 100% പിന്തുണ മാണിക്ക് ഉറപ്പ് ചെയ്തു. പാവം വിരണ്ടുപോയി ഇന്നലെ UDF യോഗത്തിലെത്തിയപ്പോൾ എന്ന് വേണം അനുമാനിക്കാൻ. മാതൃഭൂമിയും ഇതേ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. പിള്ളയ്ക്കും ജോർജിനുമെതിരെ തൽക്കാലം നടപടിയില്ല. UDFിൽ കലാപക്കൊടി ഉയർത്തിയ ബാലകൃഷ്ണപിള്ളയ്ക്കും PC തോമസിനുമെതിരെ തൽക്കാലം നടപടി വേണ്ടെന്ന് UDF തീരുമാനം. ഇരുവരും മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് UDF നേതൃയോഗത്തിലെ പൊതുവികാരമെന്ന് പറയുമ്പോൾ UDFിൻ്റെ നേതൃയോഗത്തിലെ ആ വിനയ സ്വഭാവമുണ്ടല്ലോ, തലതാഴ്ത്തി നിൽക്കുന്ന വിനയ സ്വഭാവം ബാലകൃഷ്ണപിള്ളയുടെ മുന്നിൽ
അത് മാതൃഭൂമി പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അതാണ് മനോരമയ്ക്ക് ഇന്ന് കഴിയാതെ പോയത് അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ട്. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇന്നലെ സംഭവിച്ചു. പുതിയ ശബ്ദരേഖ പുറത്തേക്ക് വന്നു. ആ ശബ്ദരേഖയിൽ മാണിയെക്കൊണ്ട് മാത്രം അടങ്ങുന്നില്ല കാര്യങ്ങൾ. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക. ശബ്ദരേഖ പുറത്ത് 4 കോൺഗ്രസ് മന്ത്രിമാരും കോഴ വാങ്ങി. ഒന്നിനു പുറകെ ഒന്നായി 4 മന്ത്രിമാർ, കോൺഗ്രസ് മന്ത്രിമാർ കോഴ വാങ്ങിയിരിക്കുന്ന കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരം: അടച്ചുപൂട്ടിയ 418 ബാർ തുറക്കുന്നതിന് 4 കോൺഗ്രസ് മന്ത്രിമാർ കൂടി കോഴ വാങ്ങിയെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി വെളിപ്പെടുത്തുന്ന സംഭാഷണങ്ങളുടെ ശബ്ദരേഖ പുറത്ത്. 4 കോൺഗ്രസ് മന്ത്രിമാർ കൂടി കോഴ വാങ്ങിയെന്നും അവരുടെ പേര് ആവശ്യം വരുന്ന ഘട്ടത്തിൽ പുറത്ത് വിടുമെന്നാണ് രാജ്കുമാർ ഉണ്ണി യോഗത്തിൽ പറഞ്ഞത്. രാജ്കുമാർ ഉണ്ണി നടത്തിയ ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യത്തിൻ്റെ ശബ്ദരേഖ ബിജു രമേശ് പുറത്താക്കിയതിൻ്റെ വിശദാംശങ്ങളും ഇന്ന് ദേശാഭിമാനി തരുന്നു. മാണിയുടെ പേര് പുറത്തുവിട്ടപ്പോൾ മറ്റ് മന്ത്രിമാർ, കോൺഗ്രസ് മന്ത്രിമാർ കാല് പിടിച്ചു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയും ഇന്ന് നമുക്ക് വായിക്കാം പത്രത്തിൽ. ഇപ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതിയുടെ നിലപാടുണ്ട്. എന്നാൽ അഴിമതി പുറത്തു വരണമെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണവുമുണ്ട്. ആ വാർത്ത ദേശാഭിമാനിയുടെ പൊതുവാർത്താ പേജിൽ വായിക്കാം. ഇപ്പോൾ CBI അന്വേഷണം വേണ്ട, ബാർ അഴിമതി പുറത്തു വരണം എന്ന് ഹൈക്കോടതി. ബാർ കോഴക്കേസിലെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ ഏജൻസിക്ക് ബാധ്യതയുണ്ട്. ഇപ്പോൾ തൽക്കാലം CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് ഇന്ന് ബാർ കോഴയുമായി ബന്ധിപ്പിച്ച പുതിയ വാർത്തകൾ. ഏതായാലും അടുത്ത ബജറ്റ് മാണിയെക്കൊണ്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VS പറയുമ്പോൾ മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കും എന്ന് ഉമ്മൻചാണ്ടിയും പറയുന്നു. അങ്ങനെ ഭരണപ്രതിപക്ഷങ്ങൾ മുഖാമുഖത്തിലേക്ക് വരുന്നു. മാർച്ച് മാസം ആദ്യമാണ് ഇത് അവതരിപ്പിക്കേണ്ടി വരിക. അത്തരമൊരു സാഹചര്യത്തിൽ കൊമ്പ് കോർക്കുന്നു പ്രതിപക്ഷവും ഭരണകക്ഷിയും. അതിൻ്റെ ചിത്രം ഇന്ന് വാർത്തകളിൽ നമുക്ക് വായിക്കാം. സുനന്ദ കേസ് പുതിയ ദിശകളിലേക്ക്, അന്വേഷണം IPLലേക്കും നീളുന്നു. ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യും. നളിനി സിംഗ്, മലയാള പത്രപ്രവർത്തക പ്രേമ, അമർ സിംഗ് തുടങ്ങിയവരെ ചോദ്യം ചെയ്തപ്പോഴാണ് IPLലേക്ക് അത് നീളുന്നത്. അതേ സംബന്ധിച്ച വാർത്ത എല്ലാ പത്രങ്ങളും തന്നിരിക്കുന്നു. മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ സുനന്ദ കേസ് അമർ സിംഗിനെ ചോദ്യം ചെയ്തു എന്ന ശീർഷകത്തിൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്ന് നമുക്ക് തരുന്നുണ്ട്. ഒരു ചിരിക്കാലം പെയ്തു തീർന്നു എന്നാണ് മാധ്യമം മാള അരവിന്ദൻ്റെ വിയോഗത്തെ സംബന്ധിച്ചുള്ള വാർത്ത 1-ാം പേജിൽ തരുമ്പോൾ നൽകിയിരിക്കുന്ന അതിമനോഹരമായ ശീർഷകം. ഒരു ചിരിക്കാലം പെയ്തു തീർന്നു, മാള അരവിന്ദന് സ്നേഹാഞ്ജലി. മലയാള സിനിമയിലെ ഒരു ചിരിക്കാലത്തിൻ്റെ പ്രസാദ മധുര മുദ്രയായ മാള അരവിന്ദൻ അന്തരിച്ചു. കോയമ്പത്തൂരിലെ കോവൈ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ ബുധനാഴ്ച രാവിലെ 6:27 അന്ത്യം. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 8 ഔദ്യോഗിക ബഹുമതികളോടെ മാളയിലെ വീട്ടു വളപ്പിൽ നടക്കും എന്നും പറഞ്ഞിരിക്കുന്നു മാധ്യമം ഈ വാർത്തയിൽ. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരും എന്ന് വിചാരിക്കുന്ന എന്നും നിരീക്ഷിക്കുന്ന ഒരു സർവേ, അഭിപ്രായ സർവേ വന്നിരിക്കുന്നു. വർത്തമാനം എന്ന പത്രം അത് 1-ാം പേജിൽ തന്നിരിക്കുന്നു. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് 50% വോട്ട് എന്ന സർവേ. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് 50% വോട്ട് ലഭിക്കുമെന്ന അഭിപ്രായ സർവേ. അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് ദില്ലിയിലെ 51% പേർ ആഗ്രഹിക്കുന്നത് എന്ന് ABP ന്യൂസ് പുറത്തുവിട്ട അഭിപ്രായ സർവേ പറയുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഘർ വാപ്പസി, വീട്ടിലേക്ക് മടങ്ങാൻ നമുക്ക് വീടുണ്ടോ? ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര നാരായണന്മാർക്ക്, അതുപോലെ തന്നെ മതേതര സ്വഭാവത്തോടു കൂടിയവർക്ക് ഏത് വീട്ടിലേക്കാണ് അവർ മടങ്ങേണ്ടത് എന്ന കൃത്യമായ ചോദ്യം അങ്ങേയറ്റം വികാരപരതയോടെ MN കാരശ്ശേരി എന്ന എഴുത്തുകാരൻ ഇന്ന് മാതൃഭൂമിയിലെ ഒരു ലേഖനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നു. എഡിറ്റ് പേജ് ലേഖനത്തിലൂടെ വീടില്ലാത്തവൻ്റെ മടക്കം എന്നാണ് അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ശീർഷകം. നമുക്ക് ആ ലേഖനം ഇങ്ങനെ വായിക്കാം. മതം ഇന്ത്യയിൽ വളരെ സങ്കീർണമായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തനവും സങ്കീർണമാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷത്തിന് മതമില്ല, ജാതിയേയുള്ളൂ. ഹിന്ദുമതം എന്നൊന്ന് നോക്കിയാൽ കാണില്ല. അതിന് സ്വന്തമായി ദൈവമോ പ്രവാചകനോ മതസ്ഥാപകനോ വിശുദ്ധ ഗ്രന്ഥമോ ആരാധനക്രമമോ ഒന്നുമില്ല. പകരമുള്ളത് കുറേയധികം ദൈവങ്ങളും അവതാര പുരുഷന്മാരും മതാചാര്യന്മാരും വേദേതിഹാസങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ജാത്യാചാരങ്ങളെ പിന്തുടരുക എന്നത് മാത്രമാണ് അതിൻ്റെ പാരമ്പര്യം.
ആ സമ്പ്രദായത്തിൽ നിന്നുകൊണ്ട് മതമോ മതം മാറ്റമോ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ജാതിയേയുള്ളൂ, മതമില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ജൈനമതം, ബുദ്ധമതം, സിഖ് മതം. അവ വ്യത്യസ്തമായ മതങ്ങളാണ്. അതുകൊണ്ടും തീർന്നില്ല. ഈ ആദ്യം പറഞ്ഞ മതങ്ങളൊക്കെ രാജ്യത്തിനകത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ജൈനമതവും ബുദ്ധമതവും സിഖ് മതവും രാജ്യത്തിന് പുറമേ നിന്ന് വന്നവയാണ്. പാർസി, യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാമിക മതങ്ങൾ. ഇങ്ങനെ അതിസങ്കീർണമായ മതസാഹചര്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് കറുവാപ്പസി പ്രയോഗക്ഷമമാകുന്നത്? ഏത് മതത്തിലേക്കാണ് തിരിച്ചു പോവുക? അപ്പുറത്ത് മതമില്ല, ജാതിയേയുള്ളൂ. ഇനിയും കീഴ്ജാതിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയോ? മതപരിവർത്തനത്തിൻ്റെ പതിത്വം കൂടിയുള്ള അവരെ ആര് മേൽജാതിയായി അംഗീകരിക്കും? തുടങ്ങിയ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ഈ പ്രഹേളികയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്ന് എം.എൻ. കാരശ്ശേരി പറയുന്നു. ഒരു കാലത്തും ഒരു മതവും ഇല്ലാതിരുന്നവരും ഒരു മതം കൊണ്ടും കാര്യമായി ഒന്നും നേടിയിട്ടില്ലാത്തവരുമായ സാധുക്കൾക്കിടയിലേക്ക് രാഷ്ട്രീയം മതത്തിൻ്റെ രൂപത്തിൽ കടന്നു ചെല്ലുകയാണ്. വീടില്ലാത്തവൻ്റെ മടക്കമാണത്. മതമില്ലാത്തവന്, ദരിദ്രന് തിരികെ പോകാൻ വീടില്ല. മനോഹരമായ ഈ നിരീക്ഷണം അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു എം.എൻ. കാരശ്ശേരി. അദ്ദേഹത്തിന് നന്ദി പറയാതെ തരമില്ല ഈ ലേഖനത്തിൻ്റെ മുന്നിൽ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. നരേന്ദ്ര ദാമോദർ ദാസ് മോദി തൻ്റെ പേര് തന്നെ കോട്ടിൻ്റെ ഡിസൈനാക്കി അദ്ദേഹം മാറ്റി. 1.5 ലക്ഷം രൂപയാണത്രേ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കോട്ടിൽ തുന്നിച്ചേർക്കാൻ ചിലവായത് ഈ ദരിദ്ര രാജ്യത്തിന്. തൻ്റെ ഉടുപ്പിൽ പോലും സെൽഫ് പ്രമോഷൻ, സ്വയം വലിപ്പം കാട്ടുന്ന മോഡിയുടെ കാലത്ത് ആ ഉടുപ്പ് മാത്രമല്ല, പ്രധാനമന്ത്രി പദം മാത്രമല്ല, BJPയുടെ താമരയും എങ്ങനെ മാറുന്നു? ഈ കാർട്ടൂൺ കാണുക. ഇത് BJPയുടെ ചിഹ്നമായ താമരയാണ്. അത് സൂക്ഷിച്ചു നോക്കിയാൽ ഇതളിൽ മുഴുവൻ മോദി 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 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി താഴെ 2-3 ഇലകളുണ്ടല്ലോ. ആ ഇലകളിൽ അമിത് ഷായുടെ ഷാ 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 എന്നാണ് എഴുതിയിരിക്കുന്നത്. താമരയും ഇലകൾക്കും താഴെ ഒരു ജലവിധാനമുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ താഴെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന പോലെ ചെളി തന്നെയാണ് ഉള്ളത് എന്ന് സുരേന്ദർ കാട്ടൂർ ഹിന്ദുവിൽ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ദേശീയ ഗെയിംസിന് ഇനി 2 നാൾ മാത്രം. തത്രപ്പെട്ട് കാര്യങ്ങൾ ഒരുങ്ങുകയാണ്. ഒപ്പം അഴിമതിയുടെ ആക്ഷേപവും മുന്നേറുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് പഴയ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ്. നവീകരണത്തിന് ശേഷം ആലക്തിക ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഈ സ്റ്റേഡിയ ദൃശ്യം മാതൃഭൂമി നഗരം പേജാണ് തന്നിരിക്കുന്നത്. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.